ഹലോ എൻജോയ്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻജോയ്സിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ വീട് പണിയുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ക്യാമറയോട്ട് നോക്കാൻ നടക്കുന്നത്. വഴി ഇത്തിരി മോശമാണ്. അപ്പോൾ ഇന്നലെയൊക്കെ മഴ ആയതുകൊണ്ട് മൊത്തം മണ്ണും പോയി. അപ്പോൾ അവിടെ എന്തായി കാര്യങ്ങളെന്നൊക്കെ അറിയാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയണ്ടേ, വണ്ടി ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഓട്ടോയ്ക്കാണ് സാധാരണ പൊക്കൊണ്ടിരുന്നുണ്ട്, നടന്നായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പഴയ വണ്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും പണിയൊക്കെ ഒതുക്കി വെയിലായതുകൊണ്ടൊന്ന് ഒതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. ആകാശമൊക്കെ ഉണ്ട്, നല്ല നീല കളർ. വീടിൻ്റെ പണിയൊക്കെ ഇത്രയും ആയി. ഇനിയിപ്പോൾ ഫ്രണ്ടിലൊരു ഡോറ് വെക്കണം. മുറികൾക്കെല്ലാം 2 ജനൽ വെച്ചിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ പണികൾ നടക്കുന്നു. കിച്ചൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഇനി എത്രയും പെട്ടെന്ന് കിണർ വെട്ടണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ പ്ലാവിൻ്റെ കമ്പ് അവർ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞുകൊണ്ട് അവരെ ഇറക്കി തന്നു. ഏശ ചേച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ വീടിൻ്റെ പെര പണിയുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ ഒരു കമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് ജനൽ വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി അത് വെട്ടിത്തന്നു. പിന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 4 പണിക്കാരുണ്ട്. ഞാൻ വന്നപ്പോഴത്തേന് 1 മണിയായി. ഫുഡും കാര്യങ്ങളൊക്കെ അവർ കഴിച്ചു. അപ്പോൾ എല്ലാവരും പണിയൊക്കെ ഒതുക്കി വെയിലായതുകൊണ്ടൊന്ന് ഒതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. ആകാശമൊക്കെ ഉണ്ട്, നല്ല നീല കളർ. വീടിൻ്റെ പണിയൊക്കെ ഇത്രയും ആയി. ഇനിയിപ്പോൾ ഫ്രണ്ടിലൊരു ഡോറ് വെക്കണം. മുറികൾക്കെല്ലാം 2 ജനൽ വെച്ചിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ പണികൾ നടക്കുന്നു. കിച്ചൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഇനി എത്രയും പെട്ടെന്ന് കിണർ വെട്ടണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ പ്ലാവിൻ്റെ കമ്പ് അവർ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞുകൊണ്ട് അവരെ ഇറക്കി തന്നു. ഏശ ചേച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ വീടിൻ്റെ പെര പണിയുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ ഒരു കമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് ജനൽ വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി അത് വെട്ടിത്തന്നു. പിന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 4 പണിക്കാരുണ്ട്. ഞാൻ വന്നപ്പോഴത്തേന് 1 മണിയായി. ഫുഡും കാര്യങ്ങളൊക്കെ അവർ കഴിച്ചു. ഞാൻ വന്നപ്പോഴത്തേന് 1 മണിയായി. അപ്പോൾ ഇന്ന് പണിയുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ പെട്ടെന്ന് വന്നു. വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ലോഡ് കട്ട ഇറക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അതിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ ഞാൻ വരണമായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വീട് ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഭയങ്കര മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം. നമ്മൾ ഇന്നലെ 15K ആയി, അത് ഭയങ്കര സന്തോഷം. ഒന്നുമില്ലാതെ എവിടെയോ കിടന്ന എന്നെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിന്, ഷോർട്സ് ഇഷ്ടപ്പെടുന്നതിന്, ലൈവ് ഇഷ്ടപ്പെടുന്നതിനൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അതിലും വലിയ സന്തോഷമാണ് ഇപ്പോൾ വീടിങ്ങനെ ഉയർന്നു വരുന്നതിൽ. പിന്നെ എന്നെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളെ എൻ്റെ എല്ലാ കൂടപ്പിറപ്പുകൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ എൻ്റെ കട്ട എന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കട്ട ഇറക്കാവുന്ന സമയപ്പോഴാണ് ഞാൻ വന്നത്. നല്ല വെയിലാണ് കേട്ടോ. പിന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. തൊട്ട് താഴെ തോടാണ്, 2 വീട് താഴെ തോടാണ്. അപ്പോൾ തോട്ടിലിങ്ങനെ മോട്ടർ വെച്ചിട്ട് അടിച്ച് കയറുകയാണ് വെള്ളം. അപ്പോൾ അതും ഒരു സൗകര്യമുണ്ട്, വഴിയുണ്ട്, എല്ലാം കൊണ്ടും ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. നമ്മൾ ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 കോഴിയെ വളർത്തിയാലും 1 ആടിനെ വളർത്തിയാലും നമുക്ക് ജീവിച്ചു പോകാം കേട്ടോ. ഞാൻ അങ്ങനെ അധികം ആർപ്പാട് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ വീഡിയോ കാണും പറയും അത്യാവശ്യം ഫിൽറ്റർ ഇടുന്നല്ലാതെ വേറൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യാറില്ല. എന്നും പുതിയ ഡ്രസ്സുകളോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇന്നത് വേണമെന്ന് എനിക്ക് വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വണ്ടി കിട്ടിയത്. വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കണ്ണിന് പ്രശ്നമുള്ളത് കൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് വണ്ടി കൊണ്ടൊന്നും പോകാറില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചീവീടിൻ്റെ നല്ല ശബ്ദമുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഞാൻ അകത്ത് കയറി കാണിക്കാട്ടോ. ഇതൊരു മുറിയാണ്. ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറി. വലിപ്പമെന്ന് പറയാൻ പറ്റത്തില്ല, 10ക്ക് അങ്ങനെ എന്തോ ഒരു കണക്കാണ് പറയുന്നത്. ഇതൊരു മുറി.
ഇത് 2 അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഒന്നിത് ഒന്നപ്പുറത്ത്. അത് ചെറിയ മുറി. എല്ലാ മുറിയിലും 2 ജനൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ കോൺട്രാക്ടർ ഇഷ്ടത്തിന്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. എല്ലാം കോൺട്രാക്ടർ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കിച്ചൺ, അത് പിള്ളേർ കഴിക്കാനായിട്ട് കഴിച്ചിട്ട് വന്നിട്ട് ഇരിക്കുന്നതാണ്. വെയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ചെറിയ ഒരു വീഡിയോ. ഇത് ഫ്രണ്ടിൽ ഒരു 3 ഡോറിൻ്റെ ജനൽ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കയറി വരുന്നൊരു വഴി. അതല്ലാണ്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്. 2 വഴിയുണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, നിങ്ങളൊരാളായിട്ട് ഞാനുണ്ടാവും. താങ്ക് യു സോ മച്ച്.